നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഒരുമാതിരി ശത്രുക്കളോട് പെരുമാറുന്ന കണക്കല്ലേ സംസാരിച്ച്. ആർക്കായാലും ദേഷ്യം വരില്ലേ? അവരോട് നീയോ അങ്ങനെ തന്നെയല്ലേ മഞ്ചാടി പ്രതികരിച്ചത്? നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അവരും അത് നല്ല രീതിയിൽ മനസ്സിലാക്കുമായിരുന്നു. സോറി ചേച്ചി, എന്റെ അപ്പോഴത്തെ മൂഡ് അങ്ങനെ ആയിപ്പോയി. ഞാൻ വേണമെങ്കിൽ രഘുവേട്ടനോട് അമ്പിളി ചേച്ചിയോടും പോയി സോറി പറഞ്ഞോളാം. അതൊക്കെ പിന്നെ. മോൾ ആഹാരം കഴിക്കേ. മതി ചേച്ചി. മോളെ, ഞാനെന്നാ അങ്ങോട്ട് പോയിക്കോട്ടെ. കറിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ശരി ചേച്ചി. ശരി ചേച്ചി, പെട്ടെന്ന് കഴിക്കേ. അച്ഛനോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു രഘുവേട്ടാ. നാളെ തന്നെ അച്ഛൻ ഇങ്ങോട്ട് വരാന്ന് സമ്മതിച്ചോ? അത് അമ്മാവനോട് അങ്ങനെ ഓടി വരാനൊന്നും പറ്റില്ല അമ്പിളി. ആ ഗോൾഡ് ലോക്കറി കൊണ്ട് വെക്കാതെ അദ്ദേഹത്തിന് അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയി നിൽക്കാം. അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. അത് തീരെ ശരിയാവില്ല അമ്പിളി. അമ്മാവനെ ഗോൾഡ് കൊണ്ടുപോയി ലോക്കറി സൂക്ഷിക്കാതെ ഞാൻ ഇനി ആ വീട്ടിലേക്കില്ല. അതും ശരിയാ. എന്തിനാ വെറുതെ കള്ളപ്പേര് കേൾക്കുന്നേ? അച്ഛനോട് എത്രയും വേഗം ബാങ്കിൽ വിളിച്ച് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പറയാറുന്നില്ലേ? പറഞ്ഞിട്ടുണ്ട്. രാവിലെ അമ്മ മാനേജറിനെ വിളിച്ച് അന്വേഷിക്കാം. ഗോൾഡ് ബാങ്കിലേക്ക് മാറ്റിയ ശേഷം ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അച്ഛനതിന് സമ്മതിച്ചോ? അച്ഛന് ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നേ. എനിക്കും ഇപ്പോ ഇവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല അമ്പിളി. ഇതൊന്നും ഞാൻ അമ്മാവനോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അത് വലിയ വിഷമോ. നമ്മളും കൂടെ ഇവിടുന്ന് പോയാ ദയും അഞ്ചാടിയൊക്കെ എങ്ങനെ ഇവിടെ കഴിഞ്ഞുകൂടുന്ന വിചാരിക്കുന്നേ? അനു ചിലപ്പോ സത്യന്റെ കല്യാണത്തോടെ ഇന്ദ്രന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇനി പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോകില്ലെന്ന് പറഞ്ഞവരൊക്കെ വാലും ചുരുട്ടി അങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വരും. എനിക്ക് തോന്നുന്നില്ല അമ്പിളി. ചീര് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് വന്നിരിക്കും. പക്ഷെ ദേയും മഞ്ചാടിയും വാശിയോടെ ഇവിടെ പിടിച്ചു നിൽക്കാനാ സാധ്യത. അതൊക്കെ രഘുവേട്ടന്റെ വെറും തോന്നല. രണ്ടിനും നമ്മളോട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമേ ഉള്ളൂ. രാത്രിയായ പേടിച്ച് വരച്ച രണ്ടാളും കിടന്നുറങ്ങുന്നേ. ആ പേടിയൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറും അമ്പിളി. പക്ഷെ അവരിവിടെ തനിച്ചാക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. അതാ പ്രശ്നം. ശരിയാ. അവരിവിടെ തനിച്ചു കഴിയുമ്പോ നമുക്കെങ്ങനെ മനസ്സമാധാനത്തോടെ പഞ്ചരത്നത്തിൽ കിടന്നുറങ്ങാൻ പറ്റും? നമ്മളിങ്ങോട്ട് വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അച്ഛൻ രാത്രിയിൽ ഉടനെ ഇങ്ങോട്ട് ഓടി വരും. പക്ഷെ ഇതൊന്നും അവർക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ രഘുവേട്ട. എന്ത് ചെയ്യാൻ പറ്റും അമ്പിളി? ഇനിയെങ്കിലും അവനവനെ മാത്രം സ്നേഹിക്കാൻ പഠിക്കുക. തിരിച്ചു കിട്ടുമെന്ന് കരുതി ആരെയും സ്നേഹിക്കാൻ നിൽക്കരുത്. നീ വാ, അകത്തേക്ക് വാ.
ഇത് ചീരമ്മളുടെ ഭർത്താവ് വിനയൻ തന്നെയല്ലേ? ഇവന് അമ്പലവും പള്ളിയൊക്കെ ഉണ്ടോ? ആ ഭാനു അമ്മയോ? എന്താ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നേ? അല്ല, എനിക്ക് ആള് മാറിയോന്നൊരു സംശയം. വിനയൻ തന്നെയല്ലേ? അതെ ഭാനുമ്മേ, വിനയം തന്നെയാ. കണ്ണിനൊരു മങ്ങലുണ്ടേ, പ്രായം കുറച്ചായില്ലേ? ഭാനുമ്മയുടെ കണ്ണിന് ഒരു കുഴപ്പമില്ല. എന്നെ ഭാനുമ്മ ഇവിടെ പ്രതീക്ഷിച്ചില്ല, അതല്ലേ കാര്യം. ശരിയാ, നിന്നെ അടുത്ത കാലത്തൊക്കെ കണ്ടത് വേറൊരു രൂപത്തിലും ഭാവത്തിലും ആണല്ലോ. ആ അല്ല, ഇന്നെന്തെങ്കിലും വിശേഷമുണ്ടോ വിനയ? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല ഭാനുമ്മ. ജീവിതം ഒന്ന് നേരാക്കി എടുക്കണമെന്ന് തോന്നി. അതിന് കുറച്ച് വിശ്വാസവും പ്രാർത്ഥനയൊക്കെ നല്ലതല്ലേ? ആ, വളരെ നല്ലതാ. മനസ്സ് ശുദ്ധമാക്കാൻ പ്രാർത്ഥനയോളം വലിയ മരുന്നില്ല. ആ, നിന്റെ മക്കളെയൊക്കെ പോയി കാണാറുണ്ടോ വിനയ? നേരത്തെയൊക്കെ പോയിരുന്നു, പക്ഷെ കാണാൻ കഴിയാറില്ല. അതെന്റെ കയ്യിലിരിപ്പുണ്ട. ഇനി അനുവാദം കിട്ടിയാൽ മാത്രം മക്കളെ പോയി കാണാം. ആ, എന്തായാലും നിനക്ക് നിന്നെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടായല്ലോ. നന്നായി വിനയ. ആ, ഇനി നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും. ഭാനുമ്മയുടെ നാവ് പൊന്നാവട്ടെ. എനിക്ക് നല്ല അന്തസ്സുള്ളൊരു ജോലി ശരിയായിട്ടുണ്ട് ഭാനുമ്മ. അത് കിട്ടാൻ ചില കടമ്പകൾ കൂടി ബാക്കിയുണ്ട്. ചിലര് മനസ്സറിഞ്ഞ് എന്നെ സഹായിക്കണം. അങ്ങനെ ഒരു അഭ്യർത്ഥനയായിട്ട് പോവാ ഞാൻ. ദൈവം കൂടി കഴിഞ്ഞാലേ അവർക്ക് മനസ്സലിവ് തോന്നും. അതാ ആദ്യം ഇങ്ങോട്ട് വന്നത്. നന്നായി മോനെ. ദൈവത്തിൽ അർപ്പിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. നിന്റെ കാര്യങ്ങളൊക്കെ ശരിയാവാൻ ഈ ഭാനുവമ്മയും കൂടി പ്രാർത്ഥിക്കാം. സന്തോഷം. ഞാൻ ജോലിയൊക്കെ ശരിയായിട്ട് ഭാനുമ്മയെ വന്ന് കാണുന്നുണ്ട്. എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. നന്നായി വരും. പിന്നെ മനസ്സിലെ നല്ലത് മാത്രമേ ചിന്തിക്കാവൂ. ദൈവം കൂടെ ഉണ്ടാവും. ശരി, ഞാൻ എന്നാ പോട്ടെ ഭാനുമ്മ. ആയിക്കോട്ടെ മോനെ, ആയിക്കോട്ടെ.